കാനഡയിൽ തൊഴിലില്ലായ്മ നിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. നിലവിൽ ദേശീയ തൊഴിലില്ലായ്മ നിരക്ക് 7% ഉയർന്നു. ഇത് കഴിഞ്ഞ 9 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണ്. വിദേശ വിദ്യാർത്ഥികളുടെ വിസകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതും US-കാനഡ വ്യാപാര യുദ്ധവുമാണ് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കിയത്. രാജ്യത്തെ ഏറ്റവും ജനസാന്ദ്രതയുള്ള പ്രവിശ്യയായ ഒൻറ്റാറിയോയിലെ 24 പബ്ലിക് കോളേജുകളിൽ 23 എണ്ണത്തിലും ഒന്നാം സെമസ്റ്റർ എൻറോൾമെൻറ്റ് 48% കുറഞ്ഞുവെന്നാണ് റിപ്പോർട്ട്. ഇത് 600-ലധികം പ്രോഗ്രാമുകൾ നിർത്താനും ആയിരക്കണക്കിന് ജീവനക്കാരെ പിരിച്ചുവിടാനും കാരണമായി. ഒൻറ്റാറിയോയിലെ കോളേജുകളിൽ ഏകദേശം 10,000 ഫാക്കൽറ്റി സപ്പോർട്ട് സ്റ്റാഫ് ജീവനക്കാരെ പിരിച്ചുവിട്ടെന്നും അല്ലെങ്കിൽ പിരിച്ചുവിടാൻ സാധ്യതയുണ്ടെന്നുമാണ് റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത്. ഈ സംഭവത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച ഒൻറ്റാറിയോ പബ്ലിക് സർവീസ് എംപ്ലോയീസ് യൂണിയൻ രംഗത്തെത്തിയിട്ടുണ്ട്. 55,000-ലധികം കോളേജ് ജീവനക്കാരെ പ്രതിനിധീകരിക്കുന്ന സംഘടനയാണിത്. കോളേജ് ജീവനക്കാരുടെ തൊഴിൽ നഷ്ടം വലിയൊരു പ്രതിസന്ധിയുടെ ഭാഗമാണെന്ന് യൂണിയൻ മുന്നറിയിപ്പ് നൽകി. ഈ വെട്ടിച്ചുരുക്കലുകൾ തലമുറകളെ ബാധിക്കുമെന്നും കോളേജ് ജീവനക്കാർ ഇതിനെതിരെ പോരാടാൻ തയ്യാറാണെന്നും യൂണിയൻ പറഞ്ഞു. വിദേശ വിദ്യാർത്ഥികളുടെ വിസകൾക്ക് ഫെഡറൽ സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തിയതാണ് കൂട്ട പിരിച്ചുവിടലിന് പിന്നിലെ പ്രധാന കാരണം. ഇത് കോളേജുകളുടെ വരുമാനത്തെ സാരമായി ബാധിച്ചു. ഇതുവരെ 19 കോളേജുകൾ 8,000-ലധികം ജീവനക്കാരെ പിരിച്ചുവിട്ടതായാണ് റിപ്പോർട്ട്. എല്ലാ സ്ഥാപനങ്ങളും റിപ്പോർട്ടുകൾ സമർപ്പിക്കുമ്പോൾ മൊത്തം തൊഴിൽ നഷ്ടം 10,000-ൽ എത്തുമെന്നാണ് യൂണിയന്റെ കണക്ക്. ഒൻറ്റാറിയോയിലെ കോളേജുകൾ വിദേശ വിദ്യാർത്ഥികളിൽ നിന്ന് ലഭിക്കുന്ന ട്യൂഷൻ ഫീസിനെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഫെഡറൽ സർക്കാർ വിസകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ കോളേജുകൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായി. ഇത് പ്രോഗ്രാമുകൾ നിർത്താനും ജീവനക്കാരെ പിരിച്ചുവിടാനും കാരണമായി. വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണത്തിലുള്ള നിയന്ത്രണം, US-കാനഡ വ്യാപാര യുദ്ധം, ഉയർന്ന പണപ്പെരുപ്പം, പലിശ നിരക്കുകൾ, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനേക്കാൾ കൂടുതലായി ജനസംഖ്യാ വർധനവ് തുടങ്ങിയവയാണ് കാനഡയിൽ തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ. 2025 ജനുവരി മുതൽ മെയ് വരെ കാനഡയുടെ ഉൽപ്പാദന മേഖലയിൽ 54,000 തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടു. സ്റ്റാറ്റിസ്റ്റിക്സ് കാനഡയുടെ കണക്കനുസരിച്ച് ദേശീയ തൊഴിലില്ലായ്മ ഇപ്പോൾ 7%. കാനഡയിൽ യുവാക്കളാണ് തൊഴിലില്ലായ്മ മൂലം കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. 15-നും 24-നും ഇടയിൽ പ്രായമുള്ള ബിരുദധാരികളിലെ തൊഴിലില്ലായ്മ 1990-കളുടെ മധ്യത്തിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിലയിലെത്തി. പഠനമോ ജോലിയോ പരിശീലനമോ ഇല്ലാത്ത ചെറുപ്പക്കാരുടെ എണ്ണവും വർദ്ധിച്ചു വരുന്നതായാണ് റിപ്പോർട്ട്. തൊഴിലില്ലായ്മ ഒരു വലിയ പ്രശ്നമാണെന്നും ഇത് വ്യക്തികളെ ദീർഘകാലത്തേക്ക് പ്രതികൂലമായി ബാധിക്കുമെന്നും സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. തൊഴിൽ നഷ്ടത്തിന് പുറമെ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരവും കുറയുന്നുവെന്ന റിപ്പോർട്ടുകളുമുണ്ട്. ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് കൂടുതൽ ജോലിഭാരം ഉണ്ടാകുന്നതായും വിദ്യാർത്ഥികൾക്കുള്ള സഹായം കുറയുന്നതായും റിപ്പോർട്ടുകളുണ്ട്. അടിയന്തര നടപടിയെടുത്തില്ലെങ്കിൽ ഒൻറ്റാറിയോയുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ ദോഷകരമാകുമെന്ന് ഒൻറ്റാറിയോ പബ്ലിക് സർവീസ് എംപ്ലോയീസ് യൂണിയൻ മുന്നറിയിപ്പ് നൽകി. വിദേശ വിദ്യാർത്ഥികളുടെ ഫീസിനെ മാത്രം ആശ്രയിക്കാതെ കോളേജുകൾക്ക് കൂടുതൽ സാമ്പത്തിക സഹായം നൽകണമെന്ന് യൂണിയൻ സർക്കാരിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതേസമയം US-കാനഡ വ്യാപാര തർക്കം തുടരുന്നതിനാൽ തൊഴിലില്ലായ്മ ഇനിയും വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.